പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമേറിയ നാമം ഈ സമയവും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ വീണ്ടും ഒരു പ്രാവശ്യം കൂടെ കർത്താവ് അവസരമൊരുക്കി. ആമേൻ. കർത്താവ് ഒരുക്കി തന്ന ആ നല്ല ഭാഗ്യത്തെ ഓർത്ത്, പദവിയെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ പോലുള്ള അനേകർ, അമേൻ, എൻ്റെ അതേ സമപ്രായക്കാർ ഒത്തിരി പേർ, അമേൻ, ഈ ലോകത്ത് അമേൻ തകർന്നു പോയപ്പോൾ, വീണു പോയപ്പോൾ, ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ, അമേൻ, അനേകർ ചതിക്കുഴികളിലും കൂട്ടുകെട്ടുകളിലും അകപ്പെട്ട്, അമേൻ, ഒത്തിരി പ്രശ്നങ്ങളുടെ നടുവേ എന്നെപ്പോലുള്ള അനേക മക്കളെ ഓർത്ത് കരയുന്ന ഒത്തിരി മാതാപിതാക്കളുണ്ട്. ആ സ്ഥാനത്ത് പ്രൈസ് ദി ലോർഡ് കർത്താവിൻ്റെ കരം കൂടെ ഇരുന്ന് അമേൻ ഇത്രത്തോളം കർത്താവ് പരിപാലിച്ചു. വീഴാതെ വണ്ണം, താഴാതെ വണ്ണം, തളർന്നു പോകുവാൻ അനുവദിക്കാതെ വണ്ണം അപ്പൻ്റെ ഉള്ളം കരത്തിൽ അപ്പൻ വഹിച്ചു പരിപാലിച്ചു നടത്തുന്ന വിധങ്ങളെ ഓർത്ത് കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒത്തിരി പേരുടെ പ്രാർത്ഥന, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നിങ്ങളും ഞങ്ങളെ ഓർത്തും ഞങ്ങളുടെ കുടുംബത്തെ ഓർത്തും തലമുറകളെ ഓർത്തും പ്രാർത്ഥിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വാട്സപ്പ് തുറക്കുമ്പോൾ ആമേൻ, ഹല്ലേലൂയ, പ്രാർത്ഥനാ വിഷയങ്ങളെക്കാൾ ഉപരി ഒത്തിരി അമ്മമാരുടെയും ഒത്തിരി സഹോദരി സഹോദരന്മാരുടെയും ആമേൻ, ഹല്ലേലൂയ, ആ കെയറിംഗ് ആയിട്ടുള്ള വാക്ക് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷം തോന്നാറുണ്ട്. കാരണം ആമേൻ, ഹല്ലേലൂയ, ആരും പറയാത്ത ആമേൻ സന്തോഷത്തിൻ്റെ വാർത്തകളാണ് ആമേൻ സിസ്റ്ററിനും ബ്രദറിനും ആമേൻ ഫാമിലിക്കും വേണ്ടി, കുഞ്ഞുങ്ങൾക്കും വേണ്ടിയും ആമേൻ ഞങ്ങൾ എല്ലാ ദിവസവും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ആമേൻ ഞങ്ങൾ ഓർക്കാറുണ്ട്. അതുപോലൊരു സന്തോഷം ഈ ലോകത്ത് വേറൊന്നും കിട്ടാനില്ല. ആമേൻ, അതുപോലൊരു ഭാഗ്യം ആമേൻ, ഹല്ലേലൂയ, വലിയ വിലേറിയ ആമേൻ മുത്താണ് പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. വേറെ ആമേൻ ഒന്നും കൊടുത്ത് നമുക്ക് മനുഷ്യർക്ക് തൃപ്തിപ്പെടുത്തുവാൻ കഴിയത്തില്ല. പക്ഷേ പ്രാർത്ഥന അത് വിലേറിയതാണ്. പ്രാർത്ഥിക്കുന്നവന് കർത്താവ് ഉത്തരം നൽകും. ഒരു നിമിഷം ദൈവസന്നിധിയിൽ ആമേൻ ഒരു കുടുംബത്തെ ഓർത്ത്, ആമേൻ അടുത്തായിരിക്കുന്ന വ്യക്തിയെ ഓർത്ത്, കഷ്ടതയിലായിരിക്കുന്ന വ്യക്തിയെ ഓർത്ത്, നമുക്ക് പ്രാർത്ഥിക്കുന്നവരെ ഓർത്ത് ആമേൻ ദൈവസന്നിധിയിൽ സ്തോത്രം പറഞ്ഞാൽ മതി. അത് തന്നെ അനുഗ്രഹമാണ്. അങ്ങനെയെങ്കിൽ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും, ഞങ്ങളെ ഓർക്കുന്ന ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ഫാമിലിയെ ആമേൻ കരം കോർത്ത് സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന്. ആമേൻ, ഹല്ലേലൂയ, പ്രൈസ് ദി ഫാമിലിക്ക് വേണ്ടി കരം കോർക്കുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കട്ടെ, സമൃദ്ധി നിങ്ങൾ പ്രാപിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ഓരോ മെസ്സേജുകളും നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി വിടുതലിനും ഒത്തിരി അനുഗ്രഹത്തിനും ദൈവപ്രവർത്തിക്കും കാരണമായി തീരുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അമേൻ, ഒരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തോടെ ഇന്നത്തെ മെസ്സേജ് ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. അമേൻ, കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പുള്ള ഒരു മെസ്സേജിൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായ ഒരു കുടുംബത്തിനകത്ത് അമേൻ 4 ചുമരുകൾക്കുള്ളിൽ അമേൻ ഒതുങ്ങപ്പെട്ടായിരിക്കുന്ന ഒരു മാതാവിനെ കുറിച്ച് അമേൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുവാനിടയായി. പുറത്ത് വരുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കപ്പെട്ടവളായി റൂമിനകത്ത് ഒതുങ്ങിക്കൂടി അമേൻ എല്ലാവരും ചേർന്ന്, നീ ഈ ദൈവത്തെ ആരാധിക്കരുത്, ഇനി നീ അമേൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുറത്തിറങ്ങരുത്, നിന്റെ നാവ് നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമേൻ തുറക്കരുതെന്ന് പറഞ്ഞ് അമേൻ ഒരു റൂമിനുള്ളിൽ അടച്ചിട്ട് ഭക്ഷണം പോലും കൊടുക്കാതെ വണ്ണം ഒരു മാതാവ് നീറുന്ന ഹൃദയത്തോടെ അമേൻ ഒരു മൊബൈൽ ഫോണുമായി ഒരു റൂമിനകത്ത് അമേൻ വല്ലാത്തൊരു ഇരുളിൻ്റെ അനുഭവത്തിൽ പിശാച് ആ മാതാവിനെ ഒതുക്കിക്കൂട്ടി. എന്നാൽ അമേൻ എൻ്റെ മെസ്സേജ് കേൾക്കുന്ന സമയം പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യം ആ മാതാവിൻ്റെ ശരീരത്തിൽ ഇറങ്ങി ചെല്ലുന്നത് അമേൻ ആ മാതാവിന് അറിയുവാനിടയായി. എന്ത് ചെയ്യണം അറിയത്തില്ല, എങ്ങനെ ഒന്ന് വിളിക്കാൻ പറ്റും അമേൻ. കാരണം ആ റൂമിനകത്തും ക്യാമറയുണ്ട്. അതുകൊണ്ട് ആകപ്പാടെ അമേൻ വല്ലാത്തൊരു വീർപ്പ് മുട്ടൽ ഇരിക്കുമായിരുന്നു. അമേൻ, അമേൻ, ഹല്ലേലൂയ. അമേൻ, ആ മാതാവ് അതിനകത്തിരുന്ന് പ്രാർത്ഥിച്ചു. ഈ വചന ശുശ്രൂഷ അമേൻ ഈ വചനത്തിന്റെ അമേൻ ആഴം എൻ്റെ ഉള്ളിനകത്തേക്ക് ഇറങ്ങി. അമേൻ, എൻ്റെ ഭവനത്തിലായിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ മേൽ, എൻ്റെ മക്കളുടെ മേൽ ഈ വചനത്തിന്റെ ആഴം ഇറങ്ങിച്ചെന്ന് കർത്താവ് അവരുടെ കെട്ടുകളെ പൊട്ടിക്കണം. ഇവർ അന്യഭാഷ പറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അഭിഷേകത്തിന്റെ വലിയ സാന്നിധ്യം ആ മാതാവ് ആ റൂമിനകത്ത് അനുഭവിക്കുവാൻ തുടങ്ങി. അമേൻ രണ്ടും കൽപ്പിച്ച് എന്നെ വിളിക്കുവാനിടയായി. അമേൻ, ഞാൻ ഫോൺ എടുത്തു. അമേൻ അമേൻ തിരക്കിൽ നിൽക്കുന്ന സമയമായിരുന്നു. എങ്കിലും ദൈവാത്മാവ് എന്നെ അമേൻ നിർബന്ധിച്ചത് പ്രകാരം ഞാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. അത് ആ മാതാവിന്റെ ജീവിതത്തിനകത്ത് വലിയ അനുഗ്രഹത്തിന് കാരണമായി തീർന്നു. അമേൻ, ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആ ഭവനത്തിനകത്തുനിന്ന് എന്തോ അവൻ വലിയൊരു ശബ്ദത്തിൽ എന്തോ പുറപ്പെട്ടു പോകുന്നത് ആ മാതാവിന് ഫീൽ ചെയ്യുവാനിടയായി. അമ്മേൻ ഹല്ലേലൂയ. തൻ്റെ ഭർത്താവ് അവൻ ഇനി ഒരിക്കലും നിന്നെ പുറം ലോകം കാണിക്കത്തില്ലെന്ന് പറഞ്ഞ് 6 മാസം കൊണ്ട് റൂമിനകത്ത് പൂട്ടിയിട്ട ആ മനുഷ്യൻ അമ്മേൻ ആ റൂമിന്റെ വാതിൽ തുറന്നിട്ടിട്ട് അമ്മേൻ തൻ്റെ അമ്മേൻ എന്തോ ഒരു ആവശ്യത്തിന് താൻ പുറത്തു പോകുവാനിടയായി. പ്രിയ മാതാവ് സന്തോഷത്തോടെ റൂമിൽ അമ്മേൻ ആ വാതിൽ കടന്ന് ഹാളിനകത്തിരുന്നു, അതിനകത്തിരുന്നു ദൈവത്തെ സ്തുതിക്കുവാൻ തുടങ്ങി. അന്ന് കെട്ടിയപ്പോൾ അമ്മേൻ അഴിഞ്ഞു മാറിയ കെട്ട ഇന്നുവരെ
ആ റൂമിനകത്ത് ഒറ്റയ്ക്കിരിക്കേണ്ടി വരുവാൻ എൻ്റെ കർത്താവ് അനുവദിച്ചിട്ടില്ല. ആമേൻ. ഇന്നും സന്തോഷത്തോടെ തനിക്ക് ആമേൻ പ്രാർത്ഥനയ്ക്ക് കടന്നു പോകുവാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്വർഗത്തിലെ ദൈവം അതിനകത്ത് ഒരുക്കി എന്നുള്ളൊരു അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം ആ മാതാവ് പറയുവാനിടയായി. പ്രിയ ദൈവമക്കളെ, ദൈവിക ആലോചനകൾ കേൾക്കുമ്പോൾ ശക്തമായി ഏറ്റെടുക്കുവാൻ തയ്യാറായാൽ, പ്രാപിക്കുവാൻ തയ്യാറായാൽ, ലോകത്തിലെ ഒരു മനുഷ്യരെയും നോക്കണ്ട, അടുത്തിരിക്കുന്ന മനുഷ്യനെ നോക്കണ്ട. ചിലപ്പോൾ നീ ട്രാവൽ ചെയ്യുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ നീ ഒരു മെസ്സേജ് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന കേൾക്കുന്നത്. അവൻ ചുറ്റിലും ഇരിക്കുന്ന മനുഷ്യൻ എങ്ങനെയുള്ള വ്യക്തിയാകട്ടെ, നിന്റെ അതരം ഉള്ള് ദൈവസന്നിധിയിൽ പകർന്നുകൊണ്ടേയിരിക്കുക. ഹന്ന അവൻ അതരം കൊണ്ട് ദൈവസന്നിധിയിൽ തന്റെ ഉള്ളിനകം ദൈവസന്നിധിയിൽ പകർന്നതുപോലെ ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ പകരുവാൻ തയ്യാറായാൽ, ദൈവസന്നിധിയിൽ നിന്റെ ഹൃദയത്തെ നീ പകരുവാൻ തയ്യാറായാൽ, ആമേൻ, പിന്നെ ആർക്കും ആ പകർച്ചയെ പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ആരോടുള്ള ഒരു ദൂത, ആമേൻ, നിന്റെ ഹൃദയത്തെ നീ ദൈവസന്നിധിയിൽ പകർന്നു കൊടുക്കുവാൻ തയ്യാറായാൽ, ആമേൻ, ഈ പകർച്ചയെ ആർക്കും പിടിച്ചു നിർത്തുവാൻ കഴിയത്തില്ല. അത് നിന്റെ ഭർത്താവിന്റെ മേൽ വ്യാപരിക്കും. ആമേൻ. പിന്മാറ്റത്തിൽ നിൽക്കുന്ന നിന്റെ തലമുറയുടെ മേൽ വ്യാപരിക്കും. നിനക്ക് ആമേൻ അനുകൂലമായി നിൽക്കാത്ത സകല മേഖലകളിലും, നിന്റെ തൊഴിൽ മേഖലയിൽ, കുടുംബ ജീവിതത്തിൽ, തലമുറയിൽ, വിദ്യാഭ്യാസ മേഖലയിൽ, ആമേൻ, ചില പകർച്ച ഉണ്ടാകുവാനിടയായി. ഇന്ന് ആമേൻ ഈ സമയവും അല്പസമയ ദൈവവചന ചിന്തയ്ക്കായി നമുക്കൊരു വേദഭാഗം വായിക്കാം. ആമേൻ. പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. പുറപ്പാട് ആമേൻ ഹല്ലേലൂയ 15-ാം അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യം. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, എൻ്റെ ആശ അവരാൽ പൂർത്തിയാകും, ഞാൻ എൻ്റെ വാളൂരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. അതേ, ശത്രു നിന്റെ മുഖത്ത് നോക്കി, ശത്രു ആമേൻ ഹല്ലേലൂയ നിന്നെ നോക്കി വിളിച്ചു പറയുന്നൊരു വാക്കാണ് ആമേൻ ഞാൻ ഇവിടെ വായിച്ചത്. ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും, ആമേൻ, ഞാൻ അവരാൽ ആശ പൂർത്തിയാക്കും, ആമേൻ, ഞാൻ എൻ്റെ വാൾ ഊരും, എൻ്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശത്രു നിന്റെ മുഖത്ത് നോക്കി ആമേൻ ഹല്ലേലൂയ നിന്നെ കൊല്ലുമെന്ന് ഭീഷണി മുഴക്കിയാലും നീ ഭയപ്പെടേണ്ട കാര്യമില്ല. വലിയവനായ ദൈവം നിന്റെ അടുക്കൽ ഇറങ്ങി വരും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഊറാവിടമാമെന്നേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഊറാവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാൽ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും പാരനേ നന്ദിയാൽ, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു, ആഴിയാഴത്തിൽ ഞാൻ കിടന്നു, കൂരിരുൾ എന്നെ മാറാ പിടിച്ചു, താതൻ തിരുകാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു, താതൻ തിരുകാരം തേടിയെത്തി, തൻ്റെ മാർവോടു ചേർത്തണച്ചു, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഊറാവിടമാമെന്നേശുവേ, സർവ നന്മകൾക്കും സർവദാനങ്ങൾക്കും ഊറാവിടമാമെന്നേശുവേ, അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു ദിനവും
പാരനെ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പാരനെ നന്ദിയാൽ അങ്ങേ ഞാൻ സ്തുതിച്ചിടുന്നു. ദിനവും പാരനെ നന്ദിയാൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ. ദിനവും കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചുകൊണ്ടായിരിക്കുക. അങ്ങനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയാണ് ആമേൻ നിങ്ങളെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, ശത്രു നിന്റെ നന്മയെ കൊള്ളയിടുവാൻ പദ്ധതി ഒരുക്കിയാൽ ആമേൻ കർത്താവ് അതിന് അനുവദിക്കത്തില്ല. നമ്മളിവിടെ വായിച്ചു കേട്ടു, ആമേൻ, പുറപ്പാട് പുസ്തകം ആമേൻ 15-ാം അധ്യായം അതിന്റെ 9 നമ്മൾ ഇങ്ങനെ വായിച്ചു കേട്ടു, ആമേൻ, ഞാൻ പിന്തുടരും, പിടിക്കും, ആമേൻ, കൊള്ള പങ്കിടും, എന്റെ ആശ അവരാൽ പൂർത്തിയാക്കും, ഞാൻ എന്റെ വാളൂരും, എന്റെ കൈ അവരെ നിഗ്രഹിക്കും എന്ന് ശത്രു പറഞ്ഞു. ആമേൻ, അങ്ങനെയല്ലേ പ്രിയ കുടുംബമേ ഇന്നും നിങ്ങളായിരിക്കുന്നത്? ആമേൻ, വലിയൊരു ശത്രുവിന്റെ മുമ്പിലായിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ, കെണികൾ ഒരുക്കി, ആമേൻ, ഹല്ലേലൂയ, തകർത്തു കളയുവാൻ, ആമേൻ, ഹല്ലേലൂയ, പദ്ധതികൾ ഒരുക്കി കാത്തിരിക്കുന്ന വലിയൊരു സൈന്യത്തിന്റെ മുമ്പിൽ ഇന്ന് ഞാനും നിങ്ങളുമായിരിക്കുന്നത്. നിങ്ങളുടെ നന്മയെ തകർക്കുവാൻ, കുടുംബജീവിതത്തെ തകർക്കുവാൻ, തലമുറകളെ പിടിച്ചടക്കുവാൻ, ആമേൻ, നിങ്ങൾ അധ്വാനിച്ച് കൂട്ടിയ നന്മകളെ ഒരൊറ്റ നിമിഷം കൊണ്ട് ആമേൻ തച്ചുടച്ചു കളയുവാൻ, തട്ടിപ്പറിച്ചെടുക്കുവാൻ, ആമേൻ നശിപ്പിച്ചു കളയുവാൻ, ആമേൻ അലറുന്ന സിംഹം എന്ന പോലെ ആമേൻ നിങ്ങളുടെ ഭവനത്തിനു ചുറ്റും, ആമേൻ നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആമേൻ തൊഴിൽ മേഖലയ്ക്ക് ചുറ്റും, നിങ്ങളുടെ കുടുംബ ജീവിതത്തിന് ചുറ്റും, നിങ്ങളുടെ തലമുറകൾ ആമേൻ കടന്നു പോകുന്ന ആമേൻ ഓരോ മേഖലയ്ക്ക് ചുറ്റും, ആമേൻ നിങ്ങളുടെ വാഹനത്തിന് ചുറ്റും പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആമേൻ നിന്റെ കുടുംബത്തെ വിഴുങ്ങിക്കളയുവാൻ, തലമുറയെ വിഴുങ്ങിക്കളയുവാൻ, നിന്റെ ആത്മീക ജീവിതത്തെ വിഴുങ്ങിക്കളയുവാൻ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് പറഞ്ഞ് പദ്ധതികൾ ഒരുക്കി, പ്ലാനുകൾ ഒരുക്കി വരുമ്പോൾ ഇന്ന് പകലിലും തിരിച്ചറിയുക, നിന്നെ വിഴുങ്ങുവാൻ ശത്രു കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. പക്ഷേ വിഴുങ്ങുവാൻ പിശാച് പദ്ധതി ഒരുക്കത്തേ ഉള്ളൂ. പക്ഷേ നീ ആ ശത്രുവിന്റെ വായ്ക്കകത്ത് വീഴുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. പക്ഷേ അവൻ അടുത്തിനി എന്ത് ചെയ്യണം, എങ്ങോട്ട് പോകണം, എങ്ങനെ ഈ മിനിസ്ട്രി മുൻപോട്ട് കൊണ്ടുപോകും, എന്റെ ആത്മീക ജീവിതം എങ്ങനെ ഇനി വർദ്ധിക്കും, പകുതി വഴിയിൽ അസ്തമിച്ച കുടുംബത്തെ പോലെ പുറത്തു വരുവാൻ കഴിയുന്നില്ല. ആരൊക്കെയോ ചുറ്റിലും ചേർന്ന് നിന്ന് പിടിച്ചു പറിക്കുന്ന അവസ്ഥ. നീ ഉയരരുത്, നീ ഉയരരുത്. പിശാചിന്റെ പദ്ധതി ആമേൻ, ഹല്ലേലൂയ, ഇന്ന് ഈ സമയം തകരുവാൻ പോകുകയാ. ശക്തമായി നീ ചാടി എഴുന്നേൽക്കുക. ആമേൻ, അഭിഷേകം പ്രാപിച്ച പ്രിയ കുടുംബമേ, നീ ചാടി ഇന്ന് ഈ സമയം ആമേൻ പുറപ്പെടുവാൻ തയ്യാറാകുക. നിനക്ക് വേണ്ടി ചിലത് സമഭൂമിയായി തീരുവാൻ പോവുകയാ. മോശ മുഖാന്തരം അവൻ ഇസ്രായേൽ മക്കൾ മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന്, അവൻ ഫറവോന്റെ അടിമത്തത്തിൽ നിന്ന് അവൻ പുറപ്പെട്ടു വരുമ്പോൾ ഇതാ അവരുടെ മുമ്പിൽ ആർത്തിരമ്പി നിൽക്കുന്ന ഒരു ചെങ്കടൽ. വിശ്വസ്തയോടെ വാഗ്ദത്തം കേട്ട് നീ ഇറങ്ങി തിരിച്ചിട്ട് പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം ആമേൻ, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ ആർത്തിരച്ചു നിൽക്കുന്ന ചെങ്കടലുണ്ടല്ലോ, അത് ഏതുമാകട്ടെ. ചിലപ്പോൾ നിന്റെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായി നിൽക്കുന്ന ചെങ്കടലാകാം, അല്ലെങ്കിൽ നിന്റെ തലമുറയുടെ ആത്മീക ജീവിതത്തിന് വിരോധമായി, നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമായി, നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തിന് വിരോധമായി, ആമേൻ, ഹല്ലേലൂയ, നീ ഉദരത്തിൽ ചുമക്കുന്ന നിന്റെ അനുഗ്രഹിക്കപ്പെട്ട ഉദരഫലത്തിന് വിരോധമായി, നിന്റെ ഭവനത്തിന് വിരോധമായി, നിന്റെ വാഹനങ്ങൾക്ക് വിരോധമായി, ആമേൻ, നീ ആയിരിക്കുന്ന നിന്റെ രാജ്യത്തിന് വിരോധമായി ആർത്തിരമ്പുന്ന പോലെ പ്രശ്നങ്ങളെ കൊണ്ടിട്ട് പിശാച് നിന്നെ മൂടിക്കളയുവാൻ, മുടിച്ചു കളയുവാൻ, നിന്റെ കൊള്ള അവൻ പങ്കിടുവാൻ, നീ അധ്വാനിച്ച നിന്റെ നന്മയെ പിന്തുടരുവാൻ, അവൻ അതിനെ കൊള്ളയടിക്കുവാൻ പിശാച് അവൻ പദ്ധതി ഒരുക്കത്തേ ഉള്ളൂ. പക്ഷെ ഇന്നു മുതൽ പരിശുദ്ധാത്മാവ് നിന്നോടൊരു ദൂത് പറയുന്നു, ഇന്നലെ വരെ പിശാച് കൊള്ളയടിച്ചു, എന്നാൽ ഇന്നു മുതൽ നിന്റെ നന്മ ശത്രു കൊള്ള അടിക്കത്തില്ല.
ഇന്നലെ വരെ നീ അധ്വാനിച്ച നന്മ നിന്റെ വീട്ടിനകത്ത് കൊണ്ടു കയറുന്നതിന് മുമ്പ് ശത്രു ആമേൻ അതിനെ കൊള്ള പങ്കിടുന്നത് പോലെ ആമേൻ നിന്നിൽ നിന്ന് അപകരിച്ചു കൊണ്ടുപോയി. എങ്ങനെയൊക്കെ? പലിശ മുഖാന്തരം, ആമേൻ ഹല്ലേലൂയ, രോഗം മുഖാന്തരം, ആമേൻ കടം ആമേൻ വാങ്ങിച്ച്, ആമേൻ ഹല്ലേലൂയ, നിന്റെ നന്മയെ കൊള്ളയിട്ടു. പരിശുദ്ധാത്മാവ് പറയുന്നു, റബനഗസി അന്തരാധികാരഗസി, ഇന്ന് ആമേൻ മുതൽ ആമേൻ നീ നന്മ വാങ്ങിയാൽ ആമേൻ നീ വീടിനകത്ത് കൊണ്ടുവരും. നിന്റെ തലമുറ അനുഭവിക്കും, നിന്റെ ഭാര്യ അനുഭവിക്കും, നിന്റെ മക്കൾ അനുഭവിക്കും. ആമേൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അഭിഷക്തർ അനുഭവിക്കും. ചൂടമന റഖാലഗസി അർത്തൽശമന. ഇന്നുവരെ അങ്ങനെയല്ലേ ആയിരുന്നു? നീ അധ്വാനിച്ച് വീട്ടിൽ വരുന്നതിന് മുമ്പേ അവൻ ATM നിന്ന് വിഡ്രോ ചെയ്ത് നിന്റെ കയ്യിൽ എടുക്കുമ്പോൾ തന്നെ പലിശക്കാർ നിന്റെ ചുറ്റിലും ആമേൻ ഹല്ലേലൂയ വന്നങ്ങ് കൂടും. ആമേൻ ആമേൻ ഒന്ന് ചിട്ടിക്കുക. ആമേൻ ഹല്ലേലൂയ. അവൻ ഇന്നുള്ള ഒത്തിരി പലിശക്കാർ അറിയാമല്ലോ. ഇതിലെല്ലാം പങ്കുവെച്ചു കഴിഞ്ഞാൽ നിന്റെ വീട്ടിനകത്ത് നിന്റെ ഭാര്യയുടെ കയ്യിൽ കൊടുക്കുവാൻ ഒന്നുമില്ല, നിന്റെ ഭർത്താവിന് കൊടുക്കുവാൻ ഒന്നുമില്ല, നിന്റെ മക്കളുടെ ഫീസ് അടയ്ക്കുവാൻ ഒന്നുമില്ല. അങ്ങനെ തകർന്നിരിക്കുന്ന അനുഭവം അവൻ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് വിളിച്ചു പറയുന്നു. റമാന ഷെഖനെ റീകാലഗസി, ശത്രു നിന്റെ നന്മയെ കൊള്ളയടിക്കുവാൻ അനുവദിക്കത്തില്ല. ഒന്നിനും പിശാചിന് പദ്ധതി കിട്ടില്ലെങ്കിൽ അവൻ ഒന്നുകിൽ അങ്ങ് രോഗമിടും. അവൻ വീടിനകത്ത് വന്ന് കയറുന്നത് ആരെങ്കിലും ഒക്കെ രോഗിയായി പുറത്തു വരും. അവൻ നിന്റെ നന്മ മുഴുവനും നഷ്ടമായി പോകുന്നു. നീ നായിരിക്കുന്ന വരണ്ട അവസ്ഥയില്ലേ? നീ 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 ദൈവസന്നിധിയിൽ അവൻ ഉയരത്തിലേക്ക് നീ നോക്കി കരയുന്നുണ്ടോ? ഇതുപോലൊരു കഷ്ടം ഞാൻ ഇന്നേ വരെ അനുഭവിച്ചിട്ടില്ല. അത്രത്തോളം ഞെരുക്കമാ, അത്രത്തോളം ഞെരുക്കമാ. നിന്റെ കരങ്ങളിൽ ഒന്നുമില്ല. പിശാച് കൊള്ള പങ്കിടുവാൻ നിന്റെ അമ്മ നന്മയെ അമ്മ കൊള്ളയിട്ട് കൊണ്ടുപോയി. പരിശുദ്ധാത്മാവ് പറയുന്നു, ദൈവഹിതമില്ലാത്ത വഴികളിൽ നിന്റെ നന്മയെ കൊള്ളയെടുക്കുവാൻ കൊടുക്കരുത്. അമ്മേൻ ഹാലം, നീ നിറയേണ്ടവളാ, നീ നിറയേണ്ടവനാ. കർത്താവ് നിന്നെ ഈ ദിവസങ്ങൾ നിറയ്ക്കുവാൻ പോകുന്നു. അമ്മേൻ ഹല്ലേലൂയ. മിസ്രയീമിന്റെ അടിമത്തത്തിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ഇതാ ആമേൻ ഹല്ലേലൂയ മോശ മുഖാന്തരം ആമേൻ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നപ്പോൾ ആമേൻ പിശാച് അവരെ നോക്കി പാടുന്നൊരു പാട്ടാണ്. പിശാച് അവരെ നോക്കി ചിരിക്കുന്നൊരു ചിരിയാണ്. ആമേൻ ഞാൻ അവരെ പിന്തുടരും, അവരെ കൊള്ളയടിക്കും. ആമേൻ ഹല്ലേലൂയ. എന്റെ ആശ അവരുടെ മേൽ ഞാൻ ഇട്ടങ്ങ് നിറവേറ്റും. പിശാചിന് പറ്റാത്തതിനെ നിന്റെ മേൽ കൊണ്ടിട്ട് ആമേൻ നിന്നെ പിശാച് നിന്റെ മേൽ വാഴ്ന്നുകൊണ്ട് നിന്നെ തകർക്കുന്ന ഒരു അദൃശ്യ മണ്ഡലം ജൂഡമന റഖാലഗസി അവൻ നിന്റെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമാ, ഒരു പൈശാചിക മണ്ഡലമാ. നിന്റെ നന്മയെ തിന്നുന്നൊരു സർപ്പമുണ്ടോ? നിന്റെ നന്മയെ തകർക്കുന്നൊരു ആമൻ കൊള്ളയടിക്കുന്ന ഒരു പിശാചുണ്ടോ? പ്രിയ സഹോദരങ്ങളെ, അത് നീ ഇന്ന് ആമൻ തിരിച്ചറിയുവാൻ പരിശുദ്ധാത്മ വ്യക്തമായി ദൂത് പറയുക. നിന്റെ നന്മയെ കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നത് അതൊരു ഇരുള, അതൊരു അന്ധകാര മണ്ഡലം, അത് നിന്റെ ശത്രുവാ. ആമൻ ആ ശത്രുവിനെ തിരിച്ചറിഞ്ഞ് അതിന്മേൽ ചവിട്ടുവാനുള്ള അധികാരം ഇന്ന് പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൂത് പറയുക. റമാന ഷെഖനെ രഗൽക്കടകസ്. നീ ആരാധനയ്ക്ക് പോകും, പ്രാർത്ഥിക്കും, ദൈവവചനം കേൾക്കും. പക്ഷെ ഉറച്ച് അവൻ ഉള്ളിനകത്ത് വചനത്തിന്റെ വിത്തുകളെ നിറയ്ക്കുവാൻ കഴിയാറവണ പിശാചകരെ അവൻ വീട്ടിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നിന്റെ ഉള്ളിനകത്ത് കളവിതച്ചു അമ്മൻ ഹല്ലേലൂയ അമ്മൻ നിന്റെ ആത്മീകത്തെ തകർത്തു കളയുന്ന ശത്രു അതിനെ ഇന്ന് പകൽ തിരിച്ചറിയുവാൻ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായി ദൂത് പറയുക. റബനഗസിയ അർത്ഥപ്രൗഢവന ദീപലഘടക ശംദാരകന അന്തരാരകൽക്കടകസി അമ്മൻ ഹല്ലേലൂയ അമ്മൻ. നമുക്ക് 15:5 വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണുവാൻ കഴിയും ഇസ്രായേൽ മക്കൾ അമ്മൻ ഹല്ലേലൂയ വിശ്വാസത്തോടെ അമ്മ ചെങ്കടലിൽ അങ്ങ് കാല് വെക്കുവാൻ തയ്യാറായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ ആമേൻ ഹല്ലേലൂയ വിശ്വാസത്തോടെ ആമേൻ ഹല്ലേലൂയ ആ വെള്ളത്തിന്മേലൊന്ന് കാല് വെക്കുവാൻ തയ്യാറായപ്പോൾ ആമേൻ ഹല്ലേലൂയ ചെങ്കടൽ അവർക്ക് വേണ്ടി വിഭാഗിക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ആമേൻ. ചെങ്കടൽ അവർക്ക് വേണ്ടി ആമേൻ ഹല്ലേലൂയ വിഭാഗിക്കപ്പെട്ടു. അവർക്ക് നടന്നു പോകുവാനുള്ള വഴി കർത്താവ് ഒരുക്കി കൊടുത്തു. ആമേൻ. അതെന്തിനു വേണ്ടിയാണ്? ആമേൻ ഇസ്രായേൽ മക്കളെ ആമേൻ പുറത്തു കൊണ്ടുവന്ന ദൈവം, ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന ദൈവം അവൻ വിശ്വസ്തനാ. ആമേൻ ആമേൻ. വിശ്വസ്തനായ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശത്രുവിനും നിന്നെ പിന്തുടരുവാൻ കർത്താവ് അനുവദിക്കത്തില്ല. അങ്ങനെ ആരെങ്കിലും നിന്നെ ഫോളോ ചെയ്ത് വരുന്നുണ്ടെങ്കിൽ
ആമേൻ, സ്വർഗത്തിലെ ദൈവം വചനത്തിലൂടെ നിന്നോട് ദൂത് വിളിച്ചു പറയുന്നു, നിന്നെ പിന്തുടരുന്നവൻ ആ ചെങ്കടലിൽ ഒരു കല്ല് പോലെ താണുപോകും. വചനം പറയുന്നു, ആഴി അവരെ മൂടി. ആമേൻ, നിന്റെ ആമേൻ ഹല്ലേലൂയ, ആഴി അവരെ മൂടി, അവർ കല്ല് പോലെ ആഴത്തിൽ താണു. ആരാ താണത്? ശത്രു. ആമേൻ, നിന്നെ കൊള്ളയടിക്കുവാൻ വരുന്ന ശത്രു. ആമേൻ, ഇതാ കല്ല് പോലെ ഇനി ഒരിക്കലും എഴുന്നേറ്റ് വരുവാൻ കഴിയാതവണ്ണം ആഴങ്ങളിലേക്ക്, ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഒരു കല്ല് സമുദ്രത്തിൽ വീണാൽ, വെള്ളത്തിൽ വീണാൽ അത് പൊങ്ങിക്കിടക്കത്തില്ല, അത് ആഴത്തിൽ പോകും. ആമേൻ, പിന്നെ അതിന് എഴുന്നേറ്റ് വരുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവ് ഇന്ന് പകലിൽ ആരോടൊക്കെയോ ദൂത് വിളിച്ചു പറയുന്നു, നിന്റെ തൊഴിൽ മേഖലയിൽ നിന്നെ തകർത്ത് കളയുവാൻ എഴുന്നേൽക്കുന്ന ശത്രു ഉണ്ടല്ലോ. ആമേൻ, പരിശുദ്ധാത്മാവ് വ്യക്തമായി നിന്നോട് ദൂത് വിളിച്ചു പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ശത്രു ഇനി ഒരിക്കലും എഴുന്നേക്കാതവണ്ണം, ഇനി ഒരിക്കലും നിന്നെ പിന്തുടരുവാൻ, നിന്റെ നന്മയെ കൊള്ളയടിക്കുവാൻ ആമേൻ ഇടവരാതവണ്ണം, ആമേൻ ആഴങ്ങളിലേക്ക് ഒരു കല്ല് പോലെ ആമേൻ ആഴങ്ങളിലേക്ക് താഴുവാൻ പോകുക. വിശ്വസിച്ച് ആമേൻ പറ. നിന്റെ കുടുംബ ജീവിതത്തിന് വിരോധമാണ്, നിന്റെ തലമുറയ്ക്ക് വിരോധമാണ്, നിന്റെ ശുശ്രൂഷ ജീവിതത്തിന് വിരോധമാണ്, നിന്റെ ആത്മീക മണ്ഡലത്തിന് വിരോധമാണ്, നിനക്കൊരു ഉദരബലം തരത്തിലെന്ന് വാദിക്കുന്ന ശത്രുവിനെ നീ പല പ്രാവശ്യം അവൻ ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തു, ഒരു ഇന്റർവ്യൂ പോലും നിന്നെ വിളിക്കുന്നില്ല ശത്രു. ആമേൻ ഹല്ലേലൂയ, ഒരു മെയിൽ പോലും നിനക്ക് വരുന്നില്ല. നീ സെലക്ട് ആയെന്നൊരു മെയിൽ വന്നു, പക്ഷേ ആമേൻ പിന്നെ അവർ വിളിക്കുന്നില്ല. നിന്നോട് പരിശുദ്ധാത്മാവ് ദൂത് ഹാൻഡ് ഓവർ ചെയ്യുന്നത് നീ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന്, നീ പ്രതീക്ഷിക്കാത്ത മേഖലകളിൽ നിന്ന് നിനക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ആമേൻ മെയിലുകൾ പരിശുദ്ധാത്മാവ് അയക്കുവാൻ പോകുക. എന്തിനു വേണ്ടി എന്നറിയാവോ? ജോലിക്ക് ആമേൻ ജോയിൻ ചെയ്യുവാനുള്ള. എല്ലാവർക്കും വിസി അടിക്കുന്നു, നിനക്ക് മാത്രം വിസി അടിക്കുന്നില്ല. ശത്രു പറയുന്നു, ആമേൻ നീ താണു പോകും. ശത്രു പറയുക, ശത്രു നിന്നെ നോക്കി പറയുക, ആമേൻ നിന്റെ കൊള്ള ഞാൻ പങ്കിടും. ആമേൻ ഹല്ലേലൂയ, എന്റെ ആശ ആമേൻ നിന്റെ മേൽ നിറവേറ്റി ഞാൻ സന്തോഷിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ആമേൻ, വിസയുടെ കാലാവധി തീരുവാൻ ദിവസങ്ങൾ എടുത്തു. ആമേൻ, നിനക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ദൂതനെ ഇറക്കുകയാ. നിനക്ക് വിരോധമായി നിൽക്കുന്ന ശത്രു ഒരു കല്ല് പോലെ ഇനി ഒരിക്കലും ഈ സമുദ്രത്തിന് മീതെ പൊങ്ങി വരാതെ വണ്ണം ആമേൻ ശത്രു ഇതാ താഴുവാൻ പോകുക. വിശ്വാസ കണ്ണുകൊണ്ട്, ആത്മീയ കണ്ണുകൊണ്ടൊന്ന് കാണുവാൻ തയ്യാറാണോ? നിന്റെ ശത്രു ഇനി പൊങ്ങി വരത്തില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ. എങ്ങനെയാ ആമേൻ ഹല്ലേലൂയ, ആമേൻ ആ വെള്ളം, ആമേൻ ഹല്ലേലൂയ, ആമേൻ 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 ആ ചെങ്കടൽ ആമേൻ എങ്ങനെയാണ് വിഭാഗിക്കപ്പെട്ടത്? ആമേൻ അതിന്റെ 8 ഇപ്രകാരം പറയുന്നു, നിന്റെ മൂക്കിലെ ശ്വാസത്താൽ വെള്ളം കുന്നിച്ചുകൂടി, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു, ആഴങ്ങൾ കടലിന്റെ ഉള്ളിൽ ഉറച്ചുപോയി. ആമേൻ ഹല്ലേലൂയ, അനുഗ്രഹിക്കപ്പെട്ട വചനമെന്നറിയാവോ? ആമേൻ, പ്രവാഹങ്ങൾ ചിറ പോലെ നിന്നു. പ്രൈസ് ദി ലോർഡ്, ഒരു മതില് പോലെ, ഒരു ചിറ പോലെ. ആമേൻ ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ എന്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ചായിരിക്കും ആമേൻ ആ ചെങ്കടൽ കടന്നത്. അവർ എന്തുമാത്രം ദൈവത്തെ സ്തുതിച്ചു കാണും. ആമേൻ ഹല്ലേലൂയ. അവർ പിറുപിറുത്തത് വെറുതെയായി പോയല്ലോ. ആമേൻ ഹല്ലേലൂയ. ഞങ്ങളെങ്കിലും ഈ വിശ്വസ്തനായ ദൈവത്തെ അല്പസമയത്തെങ്കിലും പിറുപിറുത്തു പോയല്ലോ എന്നവർ ചിന്തിച്ചു കാണും. കാരണം ആമേൻ ആമേൻ നിങ്ങളൊന്നത് ആമേൻ ഹൃദയത്തിൽ ആമേൻ അതിന്റെ ഒരു പിക്ചർ എടുക്കുവാൻ നോക്കിയേ. നല്ല ഗ്ലാസ് പോലെ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഗ്ലാസ് കൊണ്ടുള്ള മതിൽക്കെട്ട് പോലെ വെള്ളം ഇസ്രായേൽ മക്കൾക്ക് ഒരു മതിലായി ആമേൻ ഹല്ലേലൂയ തീർന്നു. അവർക്ക് സുരക്ഷിതമായി ആമേൻ കടന്നു പോകുവാൻ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവ പൈതലേ, ആമേൻ ഹല്ലേലൂയ, ആ ഗ്ലാസിലൂടെ അവർ നടന്നു പോകുന്നത് അവർക്ക് കാണുവായി കഴിയുമായിരുന്നിരിക്കും. ആമേൻ ഹല്ലേലൂയ. ആമേൻ നമ്മൾ മുഖം ആമേൻ കണ്ണാടിയിൽ കാണുന്നത് പോലെ അവർ ആമേൻ സന്തോഷത്തോടെ ജനം ആർത്തിരമ്പി ആമേൻ അക്കരെ കടക്കുന്നത് ആമേൻ ജനം അവർ കണ്ടുകൊണ്ടായിരിക്കും പോകുന്നത്. അതിനിടയിൽ അവരെ പിന്തുടരുവാൻ വരുന്ന, അവരെ കൊള്ളയടിക്കുവാൻ പോകുന്ന ശത്രുവിനെ അവർ കണ്ടു കാണും. അവർ അപ്പോൾ ഉറച്ചു കാണും. ആമേൻ, ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്. പ്രിയ ദൈവ പൈതലേ, നീ ചെങ്കടലിൽ കാൽ വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ നിന്റെ പിന്നിൽ ഒരു മഹത്വമുണ്ട്. നീ വിശ്വാസത്തോടെ ആ ചെങ്കടൽ അങ്ങ് കടക്ക്. നീ വിശ്വാസത്തോടെ ഈ പരീക്ഷയിൽ അങ്ങ് കടക്ക്. പരിശുദ്ധാത്മാവ് നിനക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ.
കർത്താവ് അറിയാതെയല്ല നിന്റെ ജീവിതത്തിനകത്ത് ഈ ശോധന കടന്നു വന്നത്. അതേ മാതാവേ, നിന്റെ തലമുറയുടെ ജീവിതത്തിനകത്ത് ഈ ഒരു പ്രശ്നം കടന്നു വന്നത് അപ്പൻ അറിയാതെയല്ല. ദൈവത്തിനൊരു വലിയ ഉദ്ദേശമുണ്ട്. നിന്റെ തലമുറയെ കുറിച്ച് ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. അതേ അഭിഷക്ത കുടുംബമേ, നിന്നോട് കർത്താവ് പറയുക, നീ ഇങ്ങനെ ആമേൻ അല്പസമയത്തേക്ക് ഒരു ചൂരച്ചെടിയുടെ അനുഭവത്തിൽ ഇരുന്നതുണ്ടല്ലോ, ദൈവത്തിനൊരു പദ്ധതി നിന്റെ കുടുംബത്തെ കുറിച്ചുണ്ട്, നിന്റെ ശുശ്രൂഷ ജീവിതത്തെ കുറിച്ചുണ്ട്, നിന്റെ ജോലിയെ കുറിച്ചുണ്ട്. രാജ്യത്തിൽ ആമേൻ നിനക്ക് PR ലഭിക്കുവാൻ കഴിയാതെ വണ്ണം, ആമേൻ ഗ്രീൻ കാർഡ് ലഭിക്കുവാൻ കഴിയാതെ വണ്ണം ആമേൻ നിന്നെ അവിടെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണെന്ന് അറിയാവോ? ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് നീ നിരാശപ്പെട്ട് പോകരുതേ, നീ അല്പം പോലും പതറി പോകരുതേ. നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം, നിനക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവം ഞാൻ ആമേൻ കൂടെ ചേർന്ന് നിന്ന് പറയുക. ആമേൻ ശ്രേഷ്ഠമായത് നൽകുന്ന ദൈവം. ഹല്ലേലൂയ. ആ ശ്രേഷ്ഠതയുടെ പുതപ്പ്, ആമേൻ ആ മഹത്തായ പുതപ്പ് നിന്റെ മേൽ വീണിരിക്കുന്നത് കൊണ്ട് ആമേൻ ഹല്ലേലൂയ, ഒരു ശത്രുവിനും ആമേൻ നിന്നെ ആ ദേശത്ത് നിന്ന് ആ രാജ്യത്ത് നിന്ന് പറഞ്ഞു വിടുവാൻ കഴിയത്തില്ല. റമന ഷെഖനെ റഖാലഗസി. ആമേൻ മാസങ്ങൾ കൊണ്ട് ആമേൻ നീ വിസ ഇല്ലാതെ നിൽക്കുന്നുണ്ട്, മാസങ്ങൾ കൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി നീ അലയുന്നുണ്ട്, ആമേൻ ജോലി ലഭിക്കുന്നില്ല. ആമേൻ നിന്നെക്കാൾ ആമേൻ യോഗ്യത ഇല്ലാത്ത അനേകർ ജോലിയിൽ നിൽക്കുമ്പോൾ യോഗ്യതയുള്ള നീ കരഞ്ഞ് ആമേൻ ചില കമ്പനികളുടെ മുമ്പിൽ കൂടി നീ കരയുന്നുണ്ട്. ആരോടോ പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ അഭിഷേകത്താൽ ചില കമ്പനികളുടെ ആമേൻ അടുത്ത് പോയിട്ട്, ആമേൻ ചില ഹോസ്പിറ്റലുകളുടെ അടുത്ത് പോയിട്ട് നീ അന്യഭാഷ പറഞ്ഞങ്ങ് ആമേൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക. ചില ഹോസ്പിറ്റലുകളുടെ ആമേൻ ഗേറ്റുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. ആമേൻ ചില കമ്പനികളുടെ ഗേറ്റുകൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വർക്കില്ലെന്ന് പറഞ്ഞ് ചില പൂട്ടിക്കിടക്കുന്ന കമ്പനികൾ നിനക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ പോകുന്നു. റമന അശ്വന്തരെ വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ നീ വർക്ക് ചെയ്ത കമ്പനിയിൽ ആമേൻ ജോലി ഇല്ല എന്ന് പറഞ്ഞ് നിന്നെ പറഞ്ഞു വിട്ടില്ലേ? ആമേൻ ആ മിനിസ്ട്രിയിൽ നിന്ന് നിന്നെ പറഞ്ഞു വിട്ടില്ലേ? പരിശുദ്ധാത്മാവ് പറയും നിന്നെ തിരികെ വിളിക്കുക. ആമേൻ ആ കമ്പനിയിൽ വർക്കുകളെ നൽകി, ആ കമ്പനിയിൽ വർക്കുകളെ നൽകി പരിശുദ്ധാത്മാവ് നിന്നെ തിരികെ വിളിക്കുക. ചില പൂട്ടിപ്പോയ ബിസിനസ്സുകൾ, ചില പൊളിഞ്ഞുപോയ ബിസിനസ്സുകൾ ഇനി പ്രോഫിറ്റ് ഉണ്ടാകത്തില്ല. നീ വെച്ചു കൂട്ടിയതാ, ആമേൻ ഇനി മതിയാക്കിയതാ. ആമേൻ പരിശുദ്ധാത്മാവ് പറയുന്നു, നീ വിശ്വാസത്തോടെ തുടങ്ങിയെങ്കിൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ നീ എന്തെങ്കിലും ആമേൻ ആയിക്കൊണ്ട് പോകട്ടെ, ആമേൻ ജസ്റ്റ് പേരിന് എന്തെങ്കിലും ഒരു ജോലി വേണമല്ലോ, നീ അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു ബിസിനസ്സാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, ശത്രു പറയുന്നു നിന്റെ ആ നന്മയെ ഞാൻ കൊള്ളയടിക്കും, ആമേൻ നിന്നെ 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 തകർത്തു കളയും, ഈ ബിസിനസ് മുഖാന്തരം നിന്നെ തകർത്തു കളയും. കർത്താവ് പറയുന്നു, ആമേൻ ഹല്ലേലൂയ, നീ അവിടെ പൊളിയത്തില്ല, ആമേൻ നീ പൊളിയത്തില്ല, ആമേൻ നീ പൊളിയത്തില്ല, ആമേൻ നിന്റെ യാത്രയെ പൊളിക്കുവാൻ കർത്താവ് സമ്മതിക്കത്തില്ല. റമാന ഷെഖനെ റിഖാനഗസി. ചില കേസുകൾ നിനക്ക് വിരോധമായി പിശാച് കുത്തിപ്പൊക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ കേസിനെ കർത്താവ് മാറ്റുവാൻ പോകുക. ചില കേസുകൾ നിനക്ക് വിരോധമായി, നീ ചെയ്യാത്ത തെറ്റുകൾക്ക് നിനക്ക് വിരോധമായി പിശാച് കരുതിക്കൂട്ടി ഒരുക്കിയ ചില കേസുകൾ കർത്താവ് പറയുന്നു, ആമേൻ ചില കേസുകൾ എഴുതി തള്ളുവാൻ പോകുക. ജൂഡമന റഖാലഗസി അർത്ഥപ്രൗഢമന ദുരാജകൾ കടക രഗതനഘടകസി അന്തൽപ്രൗഢമന ദീപലഘടക ശംധാരകനഘടകസി. ആമേൻ ഹല്ലേലൂയ. വീണ്ടും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. ആമേൻ 10ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നിന്റെ കാറ്റിന് നീ ഊതിച്ചു, ആമേൻ കടൽ അവരെ മൂടി, അവർ ഒരു ഈയം പോലെ പെരുവെള്ളത്തിൽ താണു. ആമേൻ കർത്താവിന്റെ ആമേൻ കരുതൽ എത്ര ശ്രേഷ്ഠമെന്ന് നോക്കിയേ. ആമേൻ അപ്പനൊന്ന് ഊതിയപ്പോൾ ആമേൻ ഹല്ലേലൂയ, ആ ചെങ്കടൽ ആമേൻ ഹല്ലേലൂയ, ആമേൻ ആ കാറ്റിന്റെ ശക്തിയാൽ എന്ത് ചെയ്തു? ആമേൻ ഹല്ലേലൂയ, അവരെ മൂടിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. മിസ്രയീമ്യരെ കൊള്ള പങ്കിടുവാൻ വന്ന ശത്രുവിനെ ആമേൻ ഒരു കാറ്റ് കൊണ്ട് ആമേൻ കർത്താവ് കടലിനെ ചേരിമാറാക്കിപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ഇനി ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം, ഇനി ഒരിക്കലും നിന്റെ ശത്രു പുറത്തു വരുവാൻ കഴിയാതെ വണ്ണം കർത്താവ് ഇന്ന് മൂടിയേക്കുക. ഇനി ആ ശത്രു പൊങ്ങത്തില്ല. നിന്റെ തലമുറയുടെ കുടുംബത്തെ നശിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കിയ ശത്രു ആമേൻ നിന്റെ തലമുറയുടെ വിദ്യാഭ്യാസത്തെ ആമേൻ ഹല്ലേലൂയ എക്സാം എഴുതുന്നുണ്ട്, പക്ഷെ പരാജയപ്പെട്ടു പോകുന്നു. ആമേൻ ബുദ്ധിയുണ്ട്, എല്ലാം ഉണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. നിന്റെ ജോലിയിൽ നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. ആമേൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിനക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുവാൻ കഴിയുന്നില്ല. ആ ശത്രുവിനെ ഒരു കാറ്റുകൊണ്ട് ശാന്തമാക്കുവാൻ പോകുക. ജൂഡമന റഖാലഗസി അർത്ഥപ്രൗഢമന ദീപലഘടകസി. നിന്റെ കുടുംബ ജീവിതത്തെ പൊളിച്ചു കളയുവാൻ, നിന്റെ മരണം കാണുവാൻ, ആമേൻ നിന്റെ നന്മയെ തകർക്കുവാൻ, നീ അധ്വാനിക്കുന്ന നന്മയെ തകർക്കുവാൻ. അതേ മാതാവേ, നിന്റെ നന്മ നിന്റെ കയ്യിൽ വരത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ തലമുറയുടെ നന്മ നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞു, നിന്റെ ഭർത്താവിന്റെ നന്മയെ നീ അനുഭവിക്കത്തില്ലെന്ന് പറഞ്ഞു. ആമേൻ ഹല്ലേലൂയ.
ഹല്ലേലൂയ, നിന്റെ മക്കൾക്ക് ഉദരത്തെ നൽകത്തില്ലെന്ന് പറഞ്ഞു അവൻ ശത്രു പദ്ധതി ഒരുക്കുമ്പോൾ ആ ശത്രുവിനെ ഒരു കാറ്റൂതിക്കൊണ്ട് നിന്റെ ശത്രുവിനെ കർത്താവിത തകർക്കുവാൻ പോകുക. നിനക്ക് വേണ്ടി ചിലതൊരുക്കി നിന്നെ ഒരു സേഫ് സോണിൽ നിർത്തിക്കൊണ്ട്, നിന്നെ ഒരു സേഫ് സോണിൽ കൊണ്ട് നിർത്തിക്കൊണ്ട് അവൻ നിനക്ക് വിരോധമായി നിൽക്കുന്നതിനെ ഇനി ഒരിക്കലും പൊങ്ങി വരുവാൻ പറ്റാത്ത തരത്തിൽ കർത്താവിത ആമേൻ പ്രവർത്തിക്കുവാൻ പോകുക. വിശ്വസിക്കുവാൻ തയ്യാറാണോ? ആമേൻ വിശ്വസിക്കുവാൻ തയ്യാറാണോ? ഉദരഫലമില്ലാത്ത നാളുകൾ കൊണ്ട് നീ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, റമാന ഷെഖനെ റഖാലഗസി സ്കാനിംഗ് റിപ്പോർട്ടുകൾ എടുത്തു വെച്ച് വൈദ്യശാസ്ത്രം പറഞ്ഞു ഇനി ഉണ്ടാകത്തില്ല, ഈ ഉദരത്തിനകത്ത് ആമേൻ ഇങ്ങനെ ഒരു തലമുറ ഉണ്ടാകത്തില്ല. ആമേൻ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് പറയുന്നു ആമേൻ ആമേൻ ഉണ്ടാകത്തില്ല എന്ന് പറയുന്ന സ്ഥാനത്ത് അപ്പൻ പണിയുവാൻ പോകുക. ആമേൻ നിന്റെ ശരീരത്തിൽ രോഗമില്ലാത്ത ഭാഗമില്ല. ആമേൻ നീ വല്ലാതെ കരയുന്നുണ്ട്. ചില റിപ്പോർട്ടുകൾ എടുത്തു വെച്ചോ, ചില ആമേൻ ബ്ലഡിന്റെ റിസൾട്ടുകൾ എടുത്തു വെച്ചോ, ചില MRI സ്കാനിങ്ങുകൾ എടുത്തു വെച്ചിട്ട്, ചില എക്സ്റേ എടുത്തു വെച്ചിട്ട് നീ കരയുന്ന കണ്ണുനീരുണ്ടല്ലോ, ഇതെങ്ങനെ എന്റെ ശരീരത്തിനകത്ത് കടന്നുകൂടി? പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തെ തൊടുവാൻ പോകുക. റമന അശഖനെ റഗൽ കടകസി പിശാച് പറഞ്ഞു നിൽക്കത്തേ ഉള്ളൂ ആമേൻ കൊള്ള പങ്കിടുമെന്ന്, ആമേൻ അവന്റെ ആശ നിന്റെ മേൽ നിറവേറ്റുമെന്ന്, ആമേൻ നിന്നെ പിന്തുടരുമെന്നും നിന്നെ പിടിക്കുമെന്നും നിന്റെ വാൾ കൊണ്ട് കൊല്ലുമെന്നും പിശാച് പറയത്തേ ഉള്ളൂ. നിന്റെ തലമുറയ്ക്ക് ചുറ്റും ആമേൻ സ്വർഗത്രതയം അതിരുകെട്ടുകയാ. റമന അശഖനെ റഗാലകസി നിന്റെ കുടുംബ ജീവിതത്തിന് ചുറ്റും സ്വർഗത്തിലെ ദൈവം അതിരിടുകയാ. റമന അശഖാനകസി നിന്റെ തൊഴിൽ മേഖലയ്ക്ക് ചുറ്റും പരിശുദ്ധാത്മാവ് ഇതാ അവൻ അതിരിടുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടെ. റമനഗസിയ അർത്ഥന രകൽശമന കർത്താവേ, അടിയന്റെ മുമ്പിലായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പ ഒത്തിരി നിരാശപ്പെട്ടോ, ശത്രു കൊള്ളയടിക്കുമോ എന്ന് ഭയപ്പെട്ടോ, ശത്രു കൊന്നുകളയുമോ എന്ന് അവൻ ഭയപ്പെട്ടോ, ശത്രു എന്നെ പിന്തുടരുമോ എന്ന് ഭയപ്പെട്ടായിരിക്കുന്ന ആരൊക്കെയോ ഇന്ന് രാത്രിയിലും ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. അവൻ ശത്രു പദ്ധതി ഒരുക്കത്തേ ഉള്ളൂ. അവൻ ശത്രു താന്ന് ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുന്ന രീതിയിൽ ഒരത്ഭുതം കർത്താവ് ഇവരുടെ ജീവിതത്തിൽ ചെയ്യും. കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണം, രോഗികളെ സൗഖ്യമാക്കണം, കടഭാരത്തിലായിരിക്കുന്നവരുടെ കടഭാരം മാറണം. അമ്മേൻ ഹാല കുടുംബ ജീവിതം തകർച്ചകളിലായിരിക്കുന്നവരുടെ കുടുംബങ്ങളെ പണിയണം, തലമുറകൾ അനുഗ്രഹിക്കപ്പെടണം. ഉദരഫലമില്ലാത്തവർക്ക് ഉദരഫലം നൽകണം, ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകണം. എല്ലാ നന്മകളും നിറച്ചോ കർത്താവ് അങ്ങ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. ജനത്തെ അടിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ. നിങ്ങളൊരു പ്രാർത്ഥന ആവശ്യമായി ഭാരപ്പെട്ടായിരിക്കുന്നു സ്കിൽക്ക് നമ്മളിലേക്ക് നിങ്ങൾ വിളിക്കുക. വിളിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് നമ്പർ ഉപയോഗിക്കുന്നതാണെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം പ്രാർത്ഥന ആവശ്യം വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടെടുക്കുക. കൂടാതെ എല്ലാ വെള്ളിയാഴ്ചയും നമുക്ക് ലൈവ് മധ്യസ്ഥ പ്രാർത്ഥനയുണ്ട്. രാവിലെ 11 മണി മുതൽ 1 മണി വരെ നിങ്ങൾ ലൈവിൽ കമന്റ് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ലൈവ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. കൂടാതെ എല്ലാ ഞായറാഴ്ചകളും അനുഗ്രഹിക്കപ്പെട്ട സവാരാധനയുണ്ട്. രാവിലെ 10 മണി മുതൽ 12 മണി വരെ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് മെസ്സേജ് നിങ്ങൾ കേൾക്കുവാണെങ്കിൽ തരും. ആമേൻ. ഗോഡ് ബ്ലസ് യു.